നടിയെ ആക്രമിച്ച കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് 4 തവണ പോലീസിന് മൊഴി നൽകിയിരുന്നു. ബസ്സിലെ ഡ്രൈവർ എന്ന രീതിയിൽ പൾസർ സുനിയെ അറിയാം. സ്വകാര്യത മാനിക്കണമെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറഞ്ഞു. ഏതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ആക്ച്വലി നമ്മൾ അതേപോലെ ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒക്കെ പറഞ്ഞപ്പോ തന്നെ നമുക്ക് ആള് മനസ്സിലായപ്പോ തന്നെ നമ്മൾ ഫോണും നമ്മൾ അങ്ങോട്ട് ഓൾറെഡി വോളണ്ടറിൽ നമ്മൾ ഫോണും സിം കാർഡും ഒക്കെ നമ്മൾ സറണ്ടർ ചെയ്തതാ. ഇതിപ്പോ നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ കണ്ട് പരിചയപ്പെട്ട ആളാ. പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. വിളിപ്പിച്ചപ്പോ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. കാര്യം നമ്മളെ കാര്യങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മള് ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുത്തു. ഇനി നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നു, ഫോണും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെയും ഈ വിവരങ്ങൾ അധികവും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലൊക്കെ പുറത്തു വന്നിട്ടുള്ളതായിരുന്നു. ഇങ്ങനെ ഒരാളുണ്ട്, ഒരു മാഡം ഉണ്ട്, അവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ വിചാരണ കോടതി വീണ്ടും അതിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ല, അവരെ സാക്ഷിയാക്കിയിട്ടില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കാര്യം ചർച്ചയാകുന്നത്. എന്താണ് അവർക്ക് പ്രതികരിക്കാനുള്ളത് അക്കാര്യത്തിൽ? വിജയകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊട്ടേഷൻ നൽകിയത് ഒരു മാഡം ആണെന്ന് പൾസർ സുനി തന്നോട് പറഞ്ഞു എന്ന് നടി പറയുന്നുണ്ട്. പക്ഷേ ആ മാഡത്തെക്കുറിച്ചുള്ള അന്വേഷണം ഒരിടത്തുമില്ല. ഒപ്പം തന്നെ പൾസർ സുനിക്ക് ഈ കൃത്യം നടക്കുന്നതിനിടയിൽ പൾസർ സുനി ശ്രീലക്ഷ്മി എന്ന് പറയുന്ന യുവതിയെ ബന്ധപ്പെടുകയും തിരിച്ചും അവർ തമ്മിലുള്ള സംസാരം ഉണ്ടായിരുന്നു എന്നൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോടതി തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയുടെ മൊഴി രേഖപ്പെടുത്തിയ കാര്യം, അവരെ സാക്ഷിയാക്കാതിരുന്ന കാര്യം എന്നൊക്കെ ഈ കോടതി വിധിപ്പകർപ്പിൽ പറയുകയും അതിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്വേഷണ സംഘത്തിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. ശ്രീലക്ഷ്മിയും പൾസർ സുനിയും തമ്മിലുള്ളത് വ്യക്തിപരമായ ബന്ധമാണ്. അവരുടെ തമ്മിലുള്ള ഫോൺ സംഭാഷണം, ചാറ്റുകൾ ഒക്കെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അന്ന് അന്വേഷണ സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതാണ്. 4 തവണ വിളിച്ച് ചോദ്യം ചെയ്തു എന്നാണ് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. പൾസർ സുനിയുമായി മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, ഈ കേസുമായി തന്നെ ഒരു ബന്ധവുമില്ല എന്ന് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇതിൽ തങ്ങൾക്ക് കോടതി വരെ എത്തേണ്ട സാഹചര്യമില്ല എന്ന് അന്വേഷണ സംഘം തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നപ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ പേര് ചർച്ചയായതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങേയറ്റം സ്വകാര്യത മാനിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി അവർ നടത്തുന്നുണ്ട്. ശ്രീലക്ഷ്മിക്ക് ഈ കേസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ആ ലിങ്ക് വിട്ടുകളഞ്ഞതെന്നും വളരെ വ്യക്തമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഇവർക്ക് ബന്ധമില്ല, കേസുമായി ബന്ധമില്ല എന്നതിന്റെ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.